യാസീൻ ഓതിയവരില്ലേ, സൂറത്തുൽ വാഖിയ ഓതിയവരില്ലേ? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ് പവിത്രമായ സൂറത്തുൽ വാഖിയ. അതാ പഠിക്കണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദേ, നീ നിന്റെ വീട്ടിലെ പെൺമക്കൾക്കെല്ലാം ഇത് പഠിപ്പിച്ചു കൊടുക്കണം. പെൺകുട്ടികൾ അധികമുള്ള സ്വഹാബിയാണ് ആര്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ശരിക്കും ശ്രദ്ധിക്കണേ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിർത്താൻ സുദീർഘമാക്കുന്നില്ല. പെൺകുട്ടികൾ ധാരാളമുള്ള സ്വഹാബിയാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ റസൂൽ ഏത് സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു? സൂറത്തുൽ വാഖിയ. എന്നിട്ട് പറഞ്ഞു, അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ, നിന്റെ പെൺമക്കൾക്ക് ഈ സൂറത്തുൽ വാഖിയ പഠിപ്പിക്കണം. ദാരിദ്ര്യം ഉണ്ടാവൂല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഭർത്താവ് ഗൾഫിൽ, ഭർത്താവ് പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നു. ആ പ്രിയപ്പെട്ടതാകുന്ന മാരനെ ചേർത്ത് നിർത്താൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സന്തോഷം പകരാൻ, അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും കൃഷിയിലും ഒക്കെ ബറക്കത്തുണ്ടാകാൻ, ജോലിയിൽ എല്ലാവിധ സന്തോഷവും കിട്ടാൻ, സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി ലഭിക്കാൻ, ഭാര്യ ആ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിനെ താങ്ങായി തണലായി വർത്തിക്കേണ്ട ഒരു രംഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പെൺകുട്ടികൾ പരിശുദ്ധമായ ഖുർആൻ ഓതണം, പ്രത്യേകിച്ച് സൂറത്തുൽ വാഖിയ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദാരിദ്ര്യം ഉണ്ടാവുകയേ ഇല്ല. ചരിത്രം വിശാലമാണ്, ഞാൻ ചുരുക്കി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സ്വർണത്തിന്റെ ഒരു കിഴിയുമായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ആളെ വിട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖലീഫയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് പെൺമക്കൾ അധികമല്ലേ, നിങ്ങളുടെ ദാരിദ്ര്യം ഇതോടുകൂടി തീരും, പ്രയാസമൊക്കെ മാറും, ഈ സമ്പത്ത് കൈവച്ചോ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട സ്വർണ്ണ നാണയം. സ്വർണ്ണ നാണയാണ് ഫ്രീ കിട്ടിയാലും പോക്കറ്റിലിടുന്ന കൗമാണ് നമ്മൾ. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ശരിയല്ലേ? ഒരു പൊതി ബിരിയാണി കിട്ടി, രണ്ടാമത് കിട്ടിയാലും വീണ്ടും വാങ്ങും, മൂന്നാമത് കിട്ടിയ വീണ്ടും വാങ്ങും, നാലാമത് കിട്ടിയ വീണ്ടും വാങ്ങും, അഞ്ചാമത് കൊടുത്തു. വീട്ടിൽ 5 പേരില്ല, എന്നാലും വീണ്ടും വാങ്ങും. അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റി അടിക്കാമല്ലോ, ആഹത്തായിട്ട് വീണ്ടും വാങ്ങും. അന്നാ ആചാര്യ 6ാമതൊരു പൊതി വേണ്ടാന്ന് പറയും, കൊണ്ട് തന്നേക്കെന്ന് പറയും. ഇതാണ് നമ്മുടെ അവസ്ഥ. എത്ര കിട്ടിയാലും മതിയാവൂല. ഇത് റമളാനിൽ കിട്ടിയാലും മതിയാവൂല. പിറ്റേ ദിവസം നോമ്പാണ്, കഴിക്കാൻ പറ്റൂല, നല്ലപോലെ അറിയാം. എന്നാലും 17 രാവിലെ കിട്ടുന്ന പൊതിയൊക്കെ ആക്റ്റീവാക്കകത്ത് വെച്ച് ആക്റ്റീവായിട്ട് ആചാര്യ പോകും. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത് സമ്പത്ത് കൈവെള്ളയിലില്ല, ദാരിദ്ര്യമാണ്, പ്രയാസമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈമാൻ, അദ്ദേഹം പറയുന്നു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിയ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അത് മതി, വേറെ ഒന്നും വേണ്ട. എന്റെ ജീവിതത്തിൽ അത് മതി. സൂറത്തുൽ വാഖിയ അങ്ങനെ നിത്യമാക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അടുത്ത ഖലീഫ ആര്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അദ്ദേഹം സ്വർണത്തിന്റെ നാണയം ഇതേപോലെ കൊടുത്തു വിട്ടു, വാങ്ങിച്ചില്ല. ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, അദ്ദേഹം സ്വർണത്തിന്റെ കിഴി കൊടുത്തു വിട്ടു. വാങ്ങിച്ചോ? വാങ്ങിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട, കാരണം എന്റെ മക്കൾക്കും എനിക്കും എന്ത് മതി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ സൂറത്ത് മതി. ഞങ്ങൾക്ക് ആഹാരം കഴിച്ച് മറ്റൊരുത്തന്റെ മുന്നിൽ പോയി കൈനീട്ടി യാചിക്കേണ്ട ഗതി വരൂല, ഉറപ്പാണ്. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ കൊണ്ട് ജീവിച്ചവരാണ് അവർ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മളോ ഈ ഇതാവക്കത്തെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ പരിശുദ്ധമായ ദീനിനെതിരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാം, സാധേ ദാരിദ്ര്യം, സാധേ ബുദ്ധിമുട്ടാ, സാധേ പ്രയാസം. സൂറത്തുൽ വാഖിയ കൊണ്ട് നിയത്ത് വെച്ച് ഓതിക്കെ. വീട്ടിലെ 4 പേരുണ്ട്, ഉമ്മായി മാമായി മക്കളും അടക്കം. 4 പേരും 4 സൂറത്ത് ഓതുന്നു, 4 പ്രാവശ്യം ഓതുന്നു പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ വാഖിയ. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. യാസീൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, ഇതൊന്നും ജീവിതത്തിൽ മുടങ്ങാൻ പാടില്ലാത്ത സൂറത്താണ്. എല്ലാ ദിവസവും ഓതേണ്ടതാണ്. യാസീൻ ഓതിയാലെന്താ? ഖുർആന്റെ ഹൃദയമാണ്. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആന്റെ ഹൃദയം യാസീനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്ത് ലക്ഷ്യം വെച്ച് ഓതുന്നോ അത് നിറവേറുമെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ലക്ഷ്യത്തിന് വേണ്ടി യാസീൻ ഓതാ? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഓത്. സൂറത്തുൽ വാഖിയ നിയത്തി. ഖബർ ശിക്ഷ, ഏകാന്തതയിൽ നിനക്ക് സംരക്ഷണം കിട്ടാൻ, ഖബറിലുള്ള അദാബ് നിനക്ക് നീങ്ങി കിട്ടാൻ, ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓത്. സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക്. ഇതൊന്നും മുടങ്ങാൻ പാടില്ല. എല്ലാ ദിവസവും എത്ര തിരക്കുണ്ടെങ്കിലും ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
كان النبي صلى الله عليه وسلم لا ينام حتى يقرأ ألف لام ميم سجدا وسورة الملك. എത്ര രാത്രിയായാലും ഉറങ്ങുന്നതിന് മുമ്പ് നബി തങ്ങൾ ഓതിയിരുന്ന രണ്ട് സൂറത്താണ് സൂറത്തു സജദയും സൂറത്തുൽ മുൽക്കുമെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ. സൂറത്തു സജദ ഒറ്റ ദിവസം മുടങ്ങും. ഉറങ്ങുന്നതിന് മുമ്പ് നബി തങ്ങൾ ഇന്ന് ഓതിയിട്ടില്ല, വേഗം തന്നെ സൂറത്തു സജദയും ഓതും, സൂറത്തുൽ മുൽക്ക് ഓതും. പാവിരിക്കുമ്പോ നമ്മൾ ഓർക്കണം, ഈ സൂറത്ത് ഓതിയോ ഇല്ല, അവ ഖുർആൻ എടുക്കുക, രണ്ട് സൂറത്ത് ഓതിയിട്ട് ഉറങ്ങാവുള്ളൂ. സൂഫിയാക്കളുടെ ഒരു രീതിയുണ്ട്, രാത്രിയിൽ അവർ നിസ്കരിക്കുമ്പോൾ മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് അല്ലെങ്കിൽ അവ്വാബീന്റെ സുന്നത്ത്, മഗ്‌രിബിനുള്ള സുന്നത്ത് നിസ്കാരം, ഇങ്ങനെയുള്ള നിസ്കാരത്തിൽ ഏത് രണ്ട് സൂറത്ത് ഓതും? സൂറത്തു സജദയും ഓതും, അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ഓതി നിസ്കരിക്കും. അപ്പം ഇശാ മഗ്‌രിബിന്റെ ഇടയിലുമായി ഈ പറഞ്ഞതാകുന്ന സുന്നത്തും കിട്ടി, രാത്രിയിൽ ഓതലുമായി. അങ്ങനെ ജീവിതത്തിൽ ശ്രദ്ധിച്ച ഒരുപാട് മഹത്തുക്കളുണ്ട്. തഴവ ഉസ്താദിന്റെ ഒരു ഇജാസത്ത് തന്നെ ആ വിഷയത്തിലുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അവരൊക്കെ അങ്ങനെ ജീവിച്ച മഹത്തുക്കളാണ്. അതുകൊണ്ട് ജീവിതം സംശുദ്ധമായി സാലിഹീങ്ങളോടൊപ്പം ചേർന്നു. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കുമാറാവട്ടെ. അപ്പൊ ഖുർആനിലെ ഈ പ്രസക്തമാക്കപ്പെട്ട സൂക്തം ആര് ജീവിതത്തിൽ കൊണ്ടു നടന്നു? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അഥവാ പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ, മരണം വരെയും അദ്ദേഹം വിട്ടുപോയിട്ടില്ല. പെൺമക്കളെ എല്ലാം പഠിപ്പിച്ചു. അതുകൊണ്ട് അവരാരും തന്നെ മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടി യാചിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. മരണം വരെയും അദ്ദേഹത്തിന് ആ സൂറത്തായിരുന്നു പിടിവള്ളി. ഏത്? സൂറത്തുൽ വാഖിഅ. ഇതൊക്കെ പഴമക്കാരായ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും പറഞ്ഞു തന്നിട്ട് ഒരു പുതിയ ജനറേഷനാണ് ഇപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്തത്. പഴയ ആളുകൾക്കൊക്കെ ഈ വാക്യ സൂറത്ത് കേൾക്കുന്നുണ്ട്, അവരൊക്കെ ഉമ്മമാര് ഓതുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മഹത്വം അറിയണം. ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നീട് അബൂജഹലിന്റെ തല വെട്ടിയെടുത്തത്. മനസ്സിലാക്കണം. ഖുർആന്റെ വാഹകനായിരുന്നു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിർത്താണ്, ഈ ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് നിർത്താണ്. ശരിക്കും ശ്രദ്ധിക്കണേ. അവസാന സമയം നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. സൂറന്ന കാഹളത്തിലൂടെ ഊത്ത് വന്നു. മൂന്നാമത്തെ ഊത്തിലൂടെ ഖബർ പിളർന്നിട്ട് ആളുകൾ മഹ്ശറിലേക്ക് പോകാൻ നിൽക്കുമ്പോ തൂവെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, ഞാൻ ആരാണെന്നറിയുമോ? പറഞ്ഞു കൊടുക്കുന്നു, അന സാഹിബുക്കൽ ഖുർആൻ, നിന്റെ ഖുർആനാണ് ഞാൻ. നീ ഓതിക്കൊണ്ട് നടന്ന ഖുർആൻ. ഈ സദസ്സിലുള്ള എത്ര പേർക്ക് സ്വന്തമായി മുസ്ഹഫ് ഉണ്ട് എന്ന് ചിന്തിക്കുക. എത്ര പേരുണ്ട്? ഇത് എന്റെ മുസ്ഹഫ് ആണെന്ന് പറയാൻ ഒരു മുസ്ഹഫ് സ്വന്തമായിട്ട് നമ്മുടെ കൈവശം ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. നമ്മൾ പിള്ളേരുടെ 10 ജ്യൂസുള്ള മുസ്ഹഫ് ഇപ്പോഴും എടുത്തോണ്ടിരിക്കുക. ചിലതൊക്കെ കുത്തഴിഞ്ഞ് മൊത്തം പോയി. സ്കൂളിൽ പഠിക്കുന്ന ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുന്ന മക്കൾ പോലും ഖുർആനെ വേണ്ടതിലേക്ക് വില വെക്കുന്നില്ല. പലരും മസാല ചോദിക്കാൻ വിളിക്കും, ഉസ്താദ് ഒരു ബൈൻഡ് പോയ മുസ്ഹഫ് ഉണ്ട്, എങ്ങനെയാ കത്തിക്കട്ടെ ഉസ്താദ്? ഞാൻ പറയും, നിങ്ങളാദ്യം കത്തി, തലവഴി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക. ബൈൻഡ് അങ്ങോട്ട് വിടുമ്പോഴേ ഖുർആൻ കത്തിക്കണം. അത്ര വലിയ നിയ്യത്തായിട്ട് നിൽക്കുക. അല്ലാഹു മളക്കാക്കുമാറാവട്ടെ. ഖുർആൻ അതുപോലെ നുരുമ്പിപ്പോയി, ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ പോലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, അത് കരിച്ച് ഒരു പാത്രത്തിലിട്ട് അത് കരിച്ച് അത് നല്ല ശുദ്ധമായ ഭൂമിയിൽ കുഴിച്ചിടുക. ശുദ്ധമായ ഭൂമി, അവിടെ വേറെ മലിനങ്ങളൊന്നും വരാൻ പാടില്ല. അത്ര സൂക്ഷ്മം. അത് അതുപോലെ നുരുമ്പിപ്പോയി, ഇനി ഒരിക്കലും അത് ബന്ദ് ചെയ്താലും അത് ഉപയോഗിക്കാൻ പറ്റൂല. ആ കോലത്തിലെത്തിയാല് നമ്മൾ താള് വിടുമ്പോഴേ ദൂരോട്ട് എറിയുക, അടുത്ത മുസാഫ് പോരട്ടെ. കാശുണ്ടല്ലോ ഇഷ്ടം പോലെ. മുസാഫിനെ നമ്മൾ വില വെക്കുന്നില്ല. ഒരു ചെറിയ ബിസ്മി എഴുതിയതാകുന്ന ഒരു ചെറിയ ഒരു പേപ്പർ നിലത്ത് കിടന്നു. അത് ബിസ്മി എഴുതിയതാണെന്നൊന്നും മനസ്സിലായില്ല. അത് എടുത്തു, അറബി എന്തോ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ അഴുക്കൊക്കെ തുടച്ച് വൃത്തിയായി സൂക്ഷിച്ച മനുഷ്യൻ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഇറാഖിന്റെ മണ്ണിൽ കിടപ്പുണ്ട്. അല്ലാഹു സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വലിയ സൂഫി വര്യനായി മാറി. അവരുടെ കാൽപാദങ്ങൾ പിൻപറ്റിയിട്ടാണ് പിന്നീട് വന്ന സൂഫിയാക്കൾ മുഴുവൻ നിലകൊണ്ടിട്ടുള്ളത്. ഔലിയാക്കളുടെ തലവനായി അള്ളാഹു മാറ്റി. കേവലം ഒരു ബിസ്മി എഴുതിയതാകുന്ന ഒരു ചെറിയ ഒരു പേപ്പർ അത് അഴുക്കിൽ കടന്നപ്പോൾ അതെടുത്ത് സൂക്ഷിച്ച് നല്ലതുപോലെ അതിന് അഴുക്ക് മാറ്റി വെച്ചു. നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടവനെ ബഹുമാനിക്കണം. അപ്പോഴേ അള്ളാഹു നമുക്ക് ബഹുമാനം തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ.
കാണരുത്. നമ്മൾ ഇന്ന് അതിന് നെവർ മൈൻഡ് മുസാഫ് ഇങ്ങനെ മാർച്ചിന് പോകുന്ന പോലെ മുസാഫ് ഒന്നും അങ്ങനെ പിടിക്കില്ല. മുസാഫൊക്കെ എടുക്കുന്നത് തന്നെ വളരെ മഹത്താണ്. നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് നടക്കാവുള്ളൂ, തന്റെ അരയ്ക്ക് മേലോട്ട് പിടിക്കാവുള്ളൂ. അതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊരു ഖുർആന്റെ സദസ്സായതുകൊണ്ട് ഞാൻ സാധാരണക്കാരുള്ളത് കൊണ്ട് ഉണർത്താൻ, നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ എടുത്തിട്ട് സാധാ ബുക്ക് പോലെ തോന്നാൻ ആഹത്തായിട്ട് പിടിച്ചു. അതാണ് അദബ് കേട്. എടുത്തില്ലേലും കുഴപ്പമില്ല, എടുക്കുകയാണെങ്കിൽ ഈ കോലത്തിൽ എടുക്കണം, വളരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്. മുസഹഫ് വരുന്നത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണമെന്നാൽ, മുസഹഫ് വരുന്നത് കണ്ടാൽ ഒരാൾ മുസഹഫ് വന്നാൽ എഴുന്നേൽക്കണമെന്നാണ്. അത്ര അദബാണ്, അത്ര അദബാണ്. കാരണം ഇതൊരു സാധാ സീതാ കലാമല്ല, അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്ന് വരെ വള്ളിപുള്ളി വ്യത്യാസം വന്നിട്ടില്ല, കൂട്ടിത്തിരുത്തലുകൾ ഉണ്ടായിട്ടില്ല. മറ്റേതെങ്കിലും മതത്തിന്റെ ആശയങ്ങൾ പോലെ അല്പം എഴുതി ചേർത്ത് പിന്നീട് വന്നതാകുന്ന അച്ഛന്മാരോ മറ്റുള്ള ആളുകളോ എഴുതി ചേർത്ത ഒരു സാധനം അല്ല ഇത്. ഇത് കാലാകാലം നിലനിൽക്കുന്ന ഗ്രന്ഥമാണ്. ഇറക്കപ്പെട്ട നാള് മുതൽക്ക് ഒരു ഹർഫിന് പോലും വ്യത്യാസം വരുത്തിയിട്ടില്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിർത്തുന്നു ഈ ഒരൊറ്റ ഹദീസ് പറഞ്ഞിട്ട് നിർത്താൻ. ഇതാ കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബർ പിളർന്നുകൊണ്ട് ഇന്നർ റജുല യൽഖാ സാഹിബഹു ഹീന യൻഷഖുൽ ഖബറു അൻഹു. ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് വരാൻ നിൽക്കുന്ന മനുഷ്യൻ, അതാ തൂവള്ള വസ്ത്രം ധരിച്ച മനുഷ്യനെ കാണുകയാ. ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചു പറയുകയാണ്, അന സാഹിബുകൽ ഖുർആൻ, ഞാൻ നിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. അല്ലദീ അളമഉതുക ഫിൽ ഹവാജിർ വസഹറത ലൈലതക, നീ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ ഖുർആനിനെ നീ പാരായണം ചെയ്തവനല്ലേ. ഇന്നിതാ നിന്റെ മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത് നിനക്ക് ശുപാർശകനാണ്, ശുപാർശകനാണ്. ഇനി നീ പേടിക്കേണ്ടതില്ല. മഹ്ശറയിലേക്ക് നിനക്ക് തുണയായി കത്തിച്ചൊരിക്കുന്ന സൂര്യനെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു വിചാരണ ചെയ്യുമ്പോ നിനക്ക് സംരക്ഷകനായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല. വയുഅതാ ബിയമീനിഹി അൽ മുൽകു. ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് പോകുന്ന മനുഷ്യന്റെ വലത് ഭാഗത്ത് അതാ രാജാധികാരത്തിന് ശാശ്വതത്വം അല്ലാഹു നൽകുകയാണ്. വൽ ഖുൽദു ബിശിമാലിഹി, ആ സ്വർഗ്ഗത്തിലുള്ളതാകുന്ന കരാറുപത്രം എന്നേക്കുമായി സ്വർഗ്ഗത്തിൽ നീ വസിക്കണേ എന്നുള്ള കരാറുപത്രം അവന്റെ ഇടത് ഭാഗത്ത് അതാ മലക്കുകൾ സമ്മാനിക്കുകയാണ്. യത്ലൂ അലൈഹിം ആയാതി, യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അന്ധകാരത്തിൽ ജീവിച്ചിരുന്നതായ സമൂഹത്തെ സൽപാന്താവിലേക്ക്, സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുകയാണ് പരിശുദ്ധമായ ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി. 6-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വന്ന പ്രവാചകൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്റെ കൈകളിലേക്ക് അവതീർണമായപ്പോ പരിശുദ്ധമായ ഖുർആൻ ജനങ്ങളിലേക്ക് ഓതിക്കൊടുക്കുകയാണ്. വയുസക്കീഹിം, ആ ജനങ്ങളെ ഖുർആൻ ഓതിക്കൊണ്ട് സംസ്കരിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ഖുർആൻ പ്രവാചകർക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ സുഹൃതങ്ങളിലേക്ക്, നന്മയിലേക്ക് കടന്നു വരികയില്ല. ഹായിബായി പരാജയത്തിന്റെ പടുകുഴിയിലകപ്പെട്ടു പോയേനെ. നമ്മളൊക്കെ നന്നാവാൻ കാരണം
നമ്മളൊക്കെ ഇന്ന് മേനി വെക്കുന്നുണ്ടല്ലോ. ഞാൻ 10 പേർക്ക് അങ്ങനെ സ്വതക്ക ചെയ്തു, അല്ലെങ്കിൽ 10 പേർക്ക് വീട് വെച്ചു കൊടുത്തു, യതീം കുട്ടികൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഈ നന്മകളും ഈ സുഹൃതങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിച്ച് എല്ലാ സംസ്കാരത്തിന്റെ വക്താവായി നമ്മളെ മാറ്റിമറിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പ്രവാചകർക്കാണ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത്. മനസ്സിലാക്കണം. ഖുർആൻ അവതരിപ്പിച്ചതാർക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഇന്നാ അൻസൽനാ അലൈക്കൽ ഖുർആന തൻസീലാ. നബിയേ തങ്ങൾക്കാണ് പരിശുദ്ധമായ ഖുർആൻ നാം അവതരിപ്പിച്ചത്. ലോകത്ത് മറ്റൊരാളുടെ കൈവശമല്ല നൽകിയത്. എന്തിനാണ് ഇത് തങ്ങൾക്ക് നാം നൽകിയത്? ലിതുഖ്രിജന്നാസ മിനൽ ഉലമാതി ഇലന്നൂർ. തങ്ങളാണ് ജനങ്ങൾക്ക് ഈ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് അവരെ ഹിദായത്തിലേക്ക് നയിക്കേണ്ടത്. എന്തിനാണ് മുക്കുന്നത്ത് ഹിഫ്ളുൽ ഖുർആൻ നടത്തുന്നത്? എന്തിനാണ് ഹാഫിളീങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത്? ചോദിക്കുന്ന ചെറുപ്പക്കാരാ, ചോദിക്കുന്ന ചോദ്യകർത്താവേ, നിനക്കുള്ള മറുപടിയാണ് സംസ്കാരമുള്ള ഒരു സമൂഹത്തെ ഈ ലോകത്ത് സമ്മാനിക്കുകയാണ് ഈ ഖുർആനിലൂടെ, ഈ ഖുർആനിനെ പഠിക്കുന്നതിലൂടെ. സംസ്കാരമുള്ള ഒരു സമൂഹത്തെ പരിപൂർണമായി ലോകത്ത് സമ്മാനിക്കുകയാണ്. എങ്ങനെയാ സംസ്കാരം? ആരാ ഇത് പഠിപ്പിച്ചത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ആർക്കാണ് ഇറങ്ങിയത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. നബിതങ്ങൾക്കാണ് ഈ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത്. തബാറകല്ലദീ നസ്സലൽ ഫുർഖാൻ അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദിയറാ. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് ഒരു ദാസനാണ്. ആരാണ് ഈ അബ്ദ്? ആരാണ് ഈ ദാസൻ? ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു ഖുർആനിൽ പല സ്ഥലങ്ങളിലും അബ്ദ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയത്. أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى. പരിശുദ്ധമായ കാബയുടെ സമയത്ത് സുജൂദിൽ കിടക്കുന്നതായ പാവപ്പെട്ടതാകുന്ന എന്റെ അടിമയെ നിസ്കാരത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് കുടൽമാല കൊണ്ടുവന്നിട്ടത് കാണുന്നില്ലേ, ദർശിക്കുന്നില്ലേ? അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. എന്റെ ദാസനായ മുഹമ്മദ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സുജൂദിൽ നിന്ന് തല പൊക്കാൻ സാധിക്കാത്ത നിലയ്ക്ക് ഒട്ടകത്തിന്റെ ചീന്നലിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലിട്ടിക്കൊണ്ട് പ്രയാസപ്പെടുത്തിയത് കണ്ടില്ലേ? അബൂജഹലിന്റെ നീചവൃത്തി കാണുന്നില്ലേ, ദർശിക്കുന്നില്ലേ? പരിശുദ്ധമായ ഖുർആൻ. അബ്ദ് ആരാണ് ഈ അബ്ദ്? ഹബീബായ റസൂലുള്ളാഹി. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ. ലോകത്ത് ഒരാൾക്കും ഇന്ന് വരെ കടന്നു ചെല്ലാൻ സാധിക്കാത്തതായ അള്ളാഹുവിന്റെ തിരുസവിധത്തിലേക്ക് തന്റെ അടിമയെ പ്രയാണം നടത്തിയതായ അള്ളാഹു എത്ര പരിശുദ്ധനാണ്.
രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം, ലൈലൻ നക്രയായിട്ടാണ് പറഞ്ഞത്. രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആകാശരോഹണം നടത്തി. ആരെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അവിടെയും പ്രയോഗിച്ചു അബ്ദ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. തന്റെ അടിമയെ പ്രയാണം നടത്തി. ഇങ്ങനെ അടിമ അടിമ അബ്ദ് അബ്ദ് എന്ന് അല്ലാഹു ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ അടിമയാര? മുഫസ്സിരീങ്ങൾ മുഴുവൻ വിശദീകരിച്ചു. ഹബീബായ റസൂലുള്ളാഹി. ഇന്നാ അൻസൽനാ അലൈക്കൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പരസ്യമായി പറയുകയാണ്, നബിയേ, തങ്ങൾക്കാണ് നാം ഖുർആൻ ഇറക്കിയത്. നേരെ അബ്ദ് എന്ന് പറഞ്ഞ് കളിച്ച അല്ലാഹു പറയുന്നു, ഇന്ന അൻസൽനാ അലൈക്കൽ ഖുർആൻ. നബിയെ, തങ്ങൾക്കാണ് ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കിയത്, വേറെ ആർക്കുമല്ല. ഖുർആൻ അവതരിപ്പിച്ച ആർക്കാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ശരിക്കും മനസ്സിലാക്കണേ, നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നാൽ ഇൽമു കിട്ടും. അല്ലാഹു ആഫിയ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നീട്ടിക്കൊണ്ടു പോകില്ല, കുറഞ്ഞ സമയമുള്ളൂ. ഖുർആന്റെ ഒരു മജ്‌ലിസ് ആയതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടത് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. തങ്ങൾക്കാണ് പരിശുദ്ധമായ ഖുർആൻ നാം അവതരിപ്പിക്കുന്നത്. അല്ലാഹു പറയാ, എന്തിനാ ഇത് തങ്ങളുടെ കൈവശം നൽകുന്നത്? ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. നബിയേ, നബിയേ, തങ്ങളാണ് ഖുർആൻ കൊണ്ട് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് പ്രഭയിലേക്ക് കൊണ്ടുവരേണ്ടത്, ജാഹിലിയ്യത്തിൽ നിന്ന് അറിവിലേക്ക് കൊണ്ടുവരേണ്ടത്. തങ്ങൾ വേണം ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് പ്രഭയിൽ കൊണ്ടുവരാൻ. ലിതുഖ്രിജന്നാസ. അറബി ഗ്രാമർ അറിയാവുന്ന ഉലമാക്കളി മജ്‌ലിസിലുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, അവർക്കറിയാം. ലിയുഖ്രിജന്നാസ എന്നല്ല പറഞ്ഞത്, ഖുർആൻ പുറപ്പെടുവിക്കാനല്ല. പിന്നെ ആരാ? ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. തങ്ങൾ വേണം ഈ ഖുർആൻ അർത്ഥം വെച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് തങ്ങൾ വേണം ജനങ്ങളെ സംസ്കരിപ്പിക്കാൻ. അല്ലാതെ ഖുർആൻ നേരിട്ട് വായിച്ച നന്നാവൂന്നല്ല പറഞ്ഞത്. ഖുർആൻ പഠിക്കണമെങ്കിൽ അതിനൊരു ഉസ്താദ് വേണം, അതിനൊരു സനദ് വേണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആ ഖുർആൻ ആർക്കാണ് അവതരിപ്പിച്ചത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. തങ്ങൾ വേണം ഇത് ജനങ്ങൾക്ക് പ്രബോധനം നടത്തി കൊടുക്കാൻ. തങ്ങളാണ് ഈ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. തങ്ങളാണ് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് പ്രഭയിലേക്ക് കൊണ്ടുവരേണ്ടത്. അതിനാണ് തങ്ങളുടെ കൈവശം നബിയെ നാം ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവശമാണ് ഇറക്കി കൊടുത്തത്, വേറെ ആർക്കുമല്ല. നബി തങ്ങൾ അതുകൊണ്ട് വിശദീകരിച്ചു. ആ നബി വിശദീകരിച്ചതാണ് ദീൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഓതി കൊടുത്തു. സ്വഹാബത്ത് അത് കൃത്യമായി ഓതി കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കൃത്യമായി ഖുർആൻ നല്ലതുപോലെ കേട്ട് പഠിച്ചു. അവർ നല്ലതുപോലെ പാരായണം ചെയ്തു. അവർക്ക് ശേഷം വരുന്ന താബിഈങ്ങൾക്ക്, അവർക്ക് ശേഷം വന്ന തബഉ താബിഈങ്ങൾക്ക്, അവർക്ക് ശേഷം വന്ന ഇമ്മത്തുകൾക്ക്, ശേഷം വന്നതാകുന്ന ഉലമാക്കൾക്ക്, അങ്ങനെ പരമ്പരയായി ഓതിക്കൊടുത്ത് വന്നിരാക നമ്മുടെ അബ്ദുൽ ലത്തീഫ് ഉസ്താദിന്റെ ഹളറത്തിലേക്ക് ആ പരമ്പര അങ്ങനെ താഴ്വരയായി എത്തുക. അതാണ് ഇന്ന് ആ സനദാണ് വന്നിരാകുന്ന ഉസ്താദ് അവറുകൾ ഇന്ന് കൈമാറിയത്, നിങ്ങൾക്ക് നൽകിയത്. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനൊരു പരമ്പരയുണ്ട്, ഇതൊരു സനദാണ്. ആ സനദ് മുത്തസിലാണ്. ആരിലേക്ക് മുത്തസിലാണ്? ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അത് എത്തി നിൽക്കും. അതാണ് പരമ്പര. ഈ പരമ്പരയില്ലാത്ത ആളുകൾ ഈ ഖുർആനിന്റെ എന്തെങ്കിലും അക്ഷരത്തോളോ ഏതെങ്കിലും പ്രതികളൊക്കെ വെച്ച് വായിച്ച് അർത്ഥം വെക്കും. അതൊരിക്കലും ദീനല്ല. ഖുർആന്റേതാകുന്ന പരിഭാഷ വായിച്ചിട്ട് കിട്ടുന്നതാകുന്ന ദീൻ യഥാർത്ഥ ദീനല്ല. ഇൽമു പഠിക്കേണ്ടത് അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീരി ലാ മിൻ ബുതൂനിൽ കുതുബി. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അദ്ദേഹം മജ്മൂ എന്ന് പറയുന്ന ശർഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ശ്രേഷ്ഠമായ ഗ്രന്ഥത്തിൻ്റെതാകുന്ന ആമുഖത്തിൽ
രേഖപ്പെടുത്തി വെക്കുന്നു, അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദ്. ഇൽമു പഠിച്ചെടുക്കേണ്ടത് ഉസ്താദുമാരുടെ ഉലമാക്കളുടെ വായിൽ നിന്നാണ്. അവർ ഖുർആൻ പറഞ്ഞിട്ട് അർത്ഥം വെച്ചു തരും. മുഫസ്സിരീങ്ങൾ പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇന്നതാണ്, ഇവിടെ ഈ അർത്ഥം ഇന്നത് വെച്ചെങ്കിൽ മാത്രമേ കറക്റ്റായി പോകൂ എന്ന് ഉസ്താദുമാർ പഠിപ്പിച്ചു തരും. ലാമിൻ ബുതൂനിൽ കുതുബി, കിതാബുകളുടെ ഉള്ളറകളിൽ ഏടുകളിൽ ഉള്ളത് വായിച്ചിട്ട് നിങ്ങൾ പിഴച്ചു പോകരുതേ, അതല്ല അറിവ് എന്ന് വലിയുല്ലാഹി ബിലാ നിസാ, അല്ലാഹുവിന്റെ വലിയാണതിൽ തർക്കമില്ല. നബി ഇമാം റളിയല്ലാഹു അൻഹു വന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തി വെച്ച മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ വാക്കാണ്. മനസ്സിലാക്കണം, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഇൽമു പഠിച്ചെടുക്കേണ്ടത് ആരിൽ നിന്നാണ്? ഉസ്താദുമാരിൽ നിന്നാണ്. ഖുർആൻ അതുകൊണ്ടാണല്ലോ പണ്ട് മുതലേ മദ്രസയിൽ നമ്മൾ പറയും ഖുർആൻ 30 ഓതി പഠിച്ചോ? ഇത് ചോദിക്കും. ആരിൽ നിന്നാ? നമുക്ക് ഓതിത്തരുന്ന ഒരു ഉസ്താദ് വരണം. ഖുർആൻ 30 ഓതി അദ്ദേഹം കാരിയിൽ നിന്ന് കൃത്യമായി ഓതി അത് കേട്ട് അദ്ദേഹത്തെ തിരിച്ചു ഓതി കേൾപ്പിച്ച് വൃത്തിയാക്കുമ്പോഴേ പാരായണം ചെയ്യുന്നവനായി മാറുകയുള്ളൂ. അല്ലാതെ എനിക്ക് അറബി വായിക്കാൻ അറിയാം, അക്ഷരം വായിക്കാൻ അറിയാന്ന് പറഞ്ഞ് വായിച്ചാൽ അലിഫ് ലാം മീം സ്വാദ്, ഇത് അറബി വായിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് വായിച്ചാൽ അൽമാസ് എന്ന് വായിക്കും. അൽമാസ് അറബി വായിക്കാൻ അറിയാം, ഒരുത്തന്നെ അറബി വായിച്ച. അതേ സമയത്ത് ഒരു ഉസ്താദിൽ നിന്ന് ഓതി കേൾക്കുമ്പോഴാണ് ഇത് എങ്ങനെയാ ഓതേണ്ടത്, എത്ര കതിർ എവിടേക്കാണ് നീട്ടേണ്ടത് അവൻ കൃത്യമായി പഠിക്കാൻ. ഇങ്ങനെ ഓരോന്നും. ഇല്ലെങ്കിൽ അവനവിടെ അലിഫ് ലാം മീം സ്വാദ് എന്നുള്ളത് എങ്ങനെ വായിക്കും? അൽമാസ് എന്ന് വായിക്കും. മാസ് കാണിക്കുന്ന എന്തോ സംഭവം എന്ന് കരുതി അങ്ങനെ വായിച്ചു. ഇങ്ങനെ ഓരോന്നും ഖുർആനിലേക്ക് ഇറങ്ങിച്ചെന്ന് മക്കൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ ഓരോ ഹർഫം ബി ഹർഫ്, അക്ഷരം അക്ഷരം ഓരോന്ന് കൃത്യമായി അടയാളപ്പെടുത്തി കൊടുക്കാൻ. അതിനാണ് പരിശുദ്ധരാകുന്ന മക്കളെ, നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് ഹിഫ്ളുൽ ഖുർആനിലേക്ക് മുക്കുന്നത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ചേർക്കുന്നത്. ഇങ്ങനെ പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ സഹായം നൽകുന്നത്. കാരണം ഈ മക്കൾ തീർച്ചയായിട്ടും നമുക്ക് ആഖിറത്തിൽ ശുപാർശകരാകും. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ആമീൻ പറയുന്ന അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ഖുർആൻ പഠിക്കുന്ന മഹത്തുക്കളിൽ നമ്മൾ ചേരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതി കൊടുത്തിരുന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് ഓതിക്കേട്ടിരുന്നു. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ വിശ്വസിച്ചതാകുന്ന ആളുകളിൽപ്പെട്ട പ്രമുഖനായ വ്യക്തിയാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആറാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഖുർആൻ നല്ലതുപോലെ പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓത്ത് കേട്ട് നല്ലതുപോലെ പഠിച്ചു. നല്ല കാര്യമാണ്. അല്ലാഹു അവരുടെ ഖിറാഅത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മാസ്മരികമാകുന്ന ശക്തി, നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സ്വഹാബി വര്യൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാൻ ഞാൻ കേൾക്കട്ടെ. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിനയത്തിന്റെ ഭാഷയിൽ പറഞ്ഞു, നബിയെ, തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആൻ ഞാൻ എങ്ങനെയാണ് ഓതിത്തരുക? തങ്ങൾക്കല്ലേ പരിശുദ്ധമായ ഖുർആൻ അവതീർണമായത്, തങ്ങൾ ഓത്, ഞാൻ കേൾക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഈ ഖുർആൻ എന്ന് പറയുന്ന മഹനീയമായ ഗ്രന്ഥത്തെ പാരായണം ചെയ്യപ്പെടുന്നതിനെ ഞാൻ ഇഷ്ടം വെക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.